നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ ED അന്വേഷണം തുടങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിനെ കൃത്യം ഒരു മാസം മാത്രമാണ് ബാക്കി. ഘട്ടത്തിൽ കൂടിയാണ് ഈ വിഷയം സജീവ ചർച്ചയാകുന്നതും ED അന്വേഷണത്തിനെത്തുന്നത്. അജിംസ്, ഈ ED അന്വേഷണം കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ എങ്ങനെയാണ് ഇനി ബാധിക്കാൻ പോകുന്നത്? രാഷ്ട്രീയ കാലാവസ്ഥയെ ബാധിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഈ അന്വേഷണം എന്ന് നോക്കണമല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് കേസ്? ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഓഹരിയുള്ള ഒരു സ്വകാര്യ സ്ഥാപനം മുഖ്യമന്ത്രിയുടെ മകളുടെ സ്വകാര്യ കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും പണം നൽകാത്ത സേവനത്തിന് വേണ്ടിയാണ് പണം നൽകിയെന്നുള്ളതാണ് ആരോപണം. അത് ശരിവെക്കുന്ന ഒരു കേന്ദ്ര ഏജൻസിയുടെ ഒരു ഓർഡറും നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അഴിമതി കേസാണ്. അഴിമതി കേസ് സാധാരണ രീതിയിൽ ആരാണ് അന്വേഷിക്കുക? ഒന്നുകിൽ സംസ്ഥാനത്തെ വിജിലൻസ് അന്വേഷിക്കണം. വിജിലൻസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോയിട്ട് അതിൻ്റെ പ്രാഥമികാന്വേഷണം എന്തായെന്ന് അറിയില്ല. ഇനി ആ സംസ്ഥാനത്ത് അന്വേഷിക്കുന്നില്ല, അത് മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് ഒരു ക്ലാഷസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ അന്വേഷിക്കേണ്ട ഏജൻസി CBI ആണ്. CBI ഈ കേസ് അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന അത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏജൻസി അന്വേഷിക്കുന്നത് എന്താണ്? അഴിമതിയല്ല അന്വേഷിക്കുന്നത്, കമ്പനി നിയമങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെയും അഴിമതി അന്വേഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ED ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അത് അന്വേഷിക്കുന്നു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം 8 മാസമാണ് അതിൻ്റെ കാലാവധി. അത് അന്വേഷണം പ്രഖ്യാപിച്ച് 2 മാസം ആവുന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും 4-5 മാസം കിടക്കുകയാണ്. എപ്പോഴുള്ള അന്വേഷിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സൂചന, ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് ഒരു അന്വേഷണം എന്നൊരു ഡെമോക്രസിൻ്റെ വാൾ സംസ്ഥാന സർക്കാർ മുകളിൽ വയ്ക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് യഥാർത്ഥത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? PMLA അനുസരിച്ചുള്ള വകുപ്പാണ് അന്വേഷിക്കുന്നത്. PMLA എന്താണ്? കള്ളപ്പണം അവിടെ വെളുപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ കള്ളപ്പണം ഉണ്ടായിട്ടുണ്ടോ? കള്ളപ്പണം ഉണ്ടായിരുന്നത് ഇതുവരെ ഒരു തെളിവില്ല. കള്ളപ്പണം എന്നുള്ള തെളിവില്ല. കാരണം ഇത് ബാങ്ക് ട്രാൻസ്ഫറാണ്. ബാങ്ക് ട്രാൻസ്ഫർ വൈറ്റ് മണിയാണ്. ആ പൈസയ്ക്ക് ടാക്സ് അടച്ചോ ഇല്ല എന്നുള്ളത് ഇൻകം ടാക്സ് ആണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ED എന്താ അന്വേഷിക്കുന്നത്? ഇപ്പോൾ ED ഇപ്പോൾ ഇന്നൊരു EDയുടേതായ FIR ECIR ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അത് എന്താണ് അതിലുള്ള വസ്തുത നമുക്കറിയില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിനു മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. ഒന്ന് സ്വർണ്ണ കള്ളക്കടത്തിനെ തുടർന്നുള്ള അതിനോടനുബന്ധിച്ച കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിച്ചിട്ടുണ്ട്. അതിന് ആ അന്വേഷണം എന്താ എവിടെയെങ്കിലും എത്തിയോ? ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് തന്നെ 1.25 കോടി രൂപയാണ് ഇതിൽ അഴിമതിപ്പണം എന്ന് പറയുന്നത്. ഈ 1.25 കോടി രൂപ കള്ളപ്പണമാണോ? അല്ല. ഇനി അതല്ലാത്ത മറ്റ് പണം ഇതിൽ കൈമാറിയിട്ടുണ്ടോ? അങ്ങനെ സൂചനയുണ്ടോ? ഇപ്പോൾ SFIOയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ED കേസെടുത്തെന്ന് പറയുന്നു. SFIO അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ SFIO അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമുക്കറിയില്ല. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളൊരു തന്ത്രമാണ്. അപ്പോൾ ഇതിന് കോൺഗ്രസ് എന്താണ് മറുപടി പറയുന്നത്? കോൺഗ്രസ് ഇതുവരെയും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷിച്ച കേസുകൾ, കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷിച്ച കേസുകളെക്കുറിച്ച് അവർക്ക് കൃത്യമായൊരു മറുവാദമുണ്ട്. ആ വാദം ഇതാണ്: ഇത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ്. ഈ അന്വേഷണം എവിടെ എത്തില്ല. അതിനൊരു ഉദാഹരണമായി പറയുന്നത് കരുവന്നൂർ കേസാണ്. കരുവന്നൂർ കേസിൽ ചെറു മത്സ്യങ്ങളെ മാത്രമേ ED ചോദ്യം ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടുള്ളൂ. വലിയവരിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ AC മൊയ്തീൻ, അദ്ദേഹം മുൻമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ 35 ലക്ഷം രൂപ കോൺഫിസ്കേറ്റ് മരവിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ മറ്റൊരു രീതിയിലേക്ക് അത് പോയിട്ടില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ EDയുടെ ഞാൻ മുമ്പും പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന സ്ഥാപനം അത് ഉണ്ടാക്കിയത് എന്തിനാണ്? അത് ടെറർ ഫണ്ടിങ് തടയാൻ വേണ്ടിയാണ്. ഭീകരവാദ സംഘടനകൾക്ക് കള്ളപ്പണം എത്തുന്നത് തടയാൻ വേണ്ടി UN റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ UN അംഗരാജ്യങ്ങളിലും തുടങ്ങിയിട്ടുള്ള ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എവിടെയെങ്കിലും ടെറർ ഫണ്ടിങ് തടയുന്ന ഒരു അന്വേഷണം നടന്നതായിട്ട് രേഷ്മയുടെ ഓർമ്മയിലില്ലല്ലോ, എൻ്റെ ഓർമ്മയിലില്ല. ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കള്ളപ്പണം വരുന്നുണ്ടോ? അല്ലെങ്കിൽ അതും വേണ്ട, ഈ നമ്മുടെ രാജ്യത്തേക്ക് കള്ളപ്പണം വരുന്നത് തടയാൻ ഇവർക്കായിട്ടുണ്ടോ? അതില്ല. കള്ളപ്പണം രാജ്യത്തേക്ക് കോടിക്കണക്കിന് കണ്ടെയ്നർ കണക്കിന് വരുന്നുവെന്ന് തെളിവ് സഹിതം വാർത്തകൾ പുറത്തുവിടുന്ന പുറത്തുള്ള ഏജൻസികളും പുറത്തുള്ള മാധ്യമങ്ങളുമാണ്. ഇന്ത്യയിലൊരു മാധ്യമങ്ങളോ ഇന്ത്യയിലെ ഏതെങ്കിലും ഏജൻസികളല്ല ഇന്ത്യയിലേക്ക് കള്ളപ്പണം വരുന്നതിൻ്റെ വഴി കാണിച്ചു തരുന്നത്. അതേതാ വഴി? ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി ഇറക്കുമതി ചെയ്യാൻ വേണ്ടി കൽക്കരി നേരെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നു. ദുബായിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ദുബായിലുള്ള ഒരു ഷെൽ കമ്പനിയുടെ പേരിൽ അതിൻ്റെ ഇൻവോയ്സ് അയക്കുന്നു. ദുബായിൽ നിന്ന് അതിൻ്റെ വില കൂട്ടിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പണം നേരെ ദുബായിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് സീഷെൽസ് പോകുന്നു. സീഷെൽസിൽ നിന്ന് നേരെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. ഈ റൂട്ട് കൃത്യമായി കാണിച്ചു തന്നിട്ട് അതിനെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? RBI അന്വേഷിച്ചോ? SEBI അന്വേഷിച്ചോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ കള്ളപ്പണം രാജ്യത്തേക്ക് വരുന്നുണ്ട് എന്നതിനുള്ള ധാരാളം
തെളിവുകൾ, പ്രൂഫ് നമ്മുടെ മുമ്പിലുണ്ട്, ഫാക്റ്റ് മുമ്പിലുണ്ട്, ഒരു അന്വേഷണം ഉണ്ടാവുന്നില്ല. അപ്പോൾ ടെറർ ഫണ്ടിങ് തടയാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിയുന്നില്ല. കള്ളപ്പണം തടയാൻ, രാജ്യത്തേക്ക് വരുന്ന കള്ളപ്പണം, ഒരു ഉദാഹരണം പറയാം, ഏറ്റവും നല്ല ഉദാഹരണം പറയാം, കൊടകര കള്ളപ്പണ കേസ്. കൊടകരയിൽ കണ്ടെടുത്ത് കള്ളപ്പണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അത് BJP പോലും തർക്കമില്ലാതെ തന്നെയാണ്. അതിൽ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃശ്ശൂർ പോലീസ് EDക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പോൾ വർഷം എത്രയും 2021 നടന്ന സംഭവമാണ്, ഇപ്പോൾ 2024 3 വർഷമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അന്വേഷിച്ചോ. അവിടെ പിടിച്ചെടുത്ത പണം പോട്ടെ, അവിടെ വന്നത് 400 കോടി രൂപയാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് തന്നെ അത്ര റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയും പണം വന്നിട്ടുണ്ടാകാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി. അപ്പോൾ എല്ലാ അന്വേഷണം ഉണ്ടായി. അപ്പോൾ ED ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള ഒന്നാണ്. അത് അവിടെ പ്രതിപക്ഷം ഉയർന്നൊരു മറുവാദം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ടേബിളിൻ്റെ അടിയിൽ കൈ കൊടുത്തിരിക്കുകയാണ് എന്നുള്ളൊരു മറുവാദം അവർ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പിണറായി വിജയനെതിരെ ഒരു അന്വേഷണം നടക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഈ കേസിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ഇനി മുഖ്യമന്ത്രി തന്നെ ഒന്ന് ചോദ്യം ചെയ്താൽ തന്നെ അതിൻ്റെ രാഷ്ട്രീയ ഗുണം ആർക്കാണ് ഉണ്ടാവുകയെന്നത് കോൺഗ്രസിനറിയാം. കാരണം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. സമാനമായ രീതിയിൽ പിണറായി വിജയനെ ED വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ LDF സർക്കാരിന്, LDFിനെ അത് സംബന്ധിച്ച് വളരെ വലിയ ബൂസ്റ്റിംഗ് ആയിരിക്കും. അത് കണ്ടുകൊണ്ട് അത് തടയാൻ വേണ്ടിയാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും മുഖ്യമന്ത്രിയിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളിലേക്കോ ED അന്വേഷണം പോകുന്ന കരുതേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അതുവഴി ഉണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടം തടയുക എന്നുള്ളതാണ് VD സതീശൻ ഇന്നത്തെ പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നത്. യെസ്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് CPM അക്ഷരാർത്ഥത്തിൽ ഇതൊരു മെറിറ്റായി മാറുമല്ലേ? കാരണം ഞങ്ങളാണ് BJPക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ പോരാടുന്നത്, അതുകൊണ്ട് ഞങ്ങളെ വേട്ടയാടാൻ ED ശ്രമിക്കുന്നു, അങ്ങനെ ഒരു ടൂളായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാമല്ലോ. കേരളത്തിന്റെ പൊതുവികാരവും അതായി മാറുമെന്ന് ഭയന്നിട്ടാണ് VD സതീശൻ അതിവേഗത്തിൽ ഇറങ്ങി വന്നിട്ട് ഇത് കള്ളത്തരമാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇത് വരുന്ന ഒത്തുകളിയാണ്, ഇതിന് മുമ്പുണ്ടായിരുന്ന കേസൊക്കെ എവിടെയെന്ന് ഉറക്കെ ചോദിക്കുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ ED സ്റ്റെപ്പ് ചെയ്താൽ അതിൻ്റെ മൊത്തം ബെനിഫിഷ്യറി CPM സർക്കാരുമായിരിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. കേരളം പൊതുവെ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യയിലെ നല്ല വിഭാഗം മനുഷ്യർ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ കണ്ടതുകൊണ്ട്. ED എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പരിഹാസ്യമായ ഒരു ഏജൻസിയാണ് രേഷ്മ. കാരണം അതിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്ന സംഗതി തീരെ ഇല്ലാതാവുകയും സർക്കാരിൻ്റെ ഒരു വേട്ടനായാണത്. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, അതായത് ടെററിസത്തിന് കള്ളപ്പണം വരുന്നത് ഇതുവഴിയാണ്. അത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഏജൻസി കള്ളപ്പണത്തെക്കുറിച്ച് ഒട്ടും ആകുലതയില്ലാത്തൊരു ഏജൻസിയായിട്ട് മാറിയിരിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ 34 കടലാസ് കമ്പനികളാണ് സർക്കാരിന് പൈസ കൊടുത്തത്. മീൻസ് സർക്കാരല്ല, BJPക്ക് പൈസ കൊടുത്തത് 225 കോടി രൂപ. ഈ കടലാസ് കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? കടലാസ് കമ്പനി എന്ന് വെച്ചാൽ കള്ളപ്പണം ഒഴുക്കാനുള്ള ഒരു സംവിധാനമാണ്. ആ കള്ളപ്പണം BJPയുടെ അക്കൗണ്ടിലേക്ക് 34 കള്ള കമ്പനികൾ വഴി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ EDക്ക് അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസോ ഒരു അസ്വസ്ഥതയോ ഇല്ല. ED റെയ്ഡ് നടന്ന 41 കമ്പനികളുണ്ട്. ആ കമ്പനികളെല്ലാം കൂടി സർക്കാരിന് കൊടുത്തത് 1600 കോടി രൂപയാണ്. 1400 to 1600 കോടി രൂപയാണെന്ന് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ റെയ്ഡ് നടന്ന കമ്പനികൾ പൈസ കൊടുക്കുന്നത് എന്തിനാണ്? പിന്നെ റെയ്ഡ് നടക്കാതിരിക്കാനാണ്, പിന്നെ നടപടി ഉണ്ടാവാതിരിക്കാനാണ്. അപ്പോൾ ED എന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണ്ടി എവിടെയെങ്കിലും പോയി റെയ്ഡ് ചെയ്യുമ്പോൾ അവർ പേടിച്ച് പൈസ കൊടുക്കുക, അപ്പോൾ സെറ്റിലാവുക. അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടിപ്പിടി ജയിലിലിടുക, അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാരെയൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ ത്രെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയായിട്ട്, ഒരു ഗൂണ്ടാ പടയെ പോലെ പ്രവർത്തിക്കുകയാണെന്ന് ഈ രാജ്യത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായ സ്ഥിതിക്ക് ഇത് അങ്ങേയറ്റം അപഹാസ്യമായിട്ടുള്ളൊരു ഏർപ്പാടാണ്. നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ് കണ്ടെത്തുന്നത് ഈ തുക. പ്രത്യേകിച്ച് സേവനമൊന്നും നേടാതെ വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് 1.25 കോടി രൂപ കൈമാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ആ സംഗതി പുറത്തു വരുന്നത് എപ്പോഴാണ്? അത് കണ്ടെത്തിയതിനും മാസങ്ങൾക്ക് ശേഷമാണ് അത് വാർത്തയായി പുറത്തു വരുന്നത്. എന്നിട്ടിപ്പോൾ 1 വർഷമായി. SFI അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? എത്രയോ നാളുകൾക്ക് ശേഷമാണ് SFI ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതും കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ED അതിനകത്ത്. ഒരു സാധ്യതയും EDക്ക് നിയമപരമായും ടെക്നിക്കലി ആൻഡ് ലോജിക്കലി ഒരു സ്പേസും ഇല്ലാത്ത സ്ഥലത്ത് ED വന്ന് കേസെടുക്കുകയാണ്. അത് എന്തിനാണത്? അപ്പോൾ ഈ സർക്കാരിനെ അഴിമതിയുടെ നിഴലിൽ നിർത്താൻ, ഈ സർക്കാർ കുഴപ്പമാണ്, ഈ സർക്കാരിന് ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് ഒരു വശത്ത് സ്ഥാപിക്കാൻ, മറ്റൊന്ന് ഈ സർക്കാരിനെ ഞങ്ങളുടെ പിടിയിലാണ്, ഞങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വാള് കെട്ടി തൂക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താനുമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് രാഷ്ട്രീയമായി ഈ സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കാൻ ഒരു നിലയ്ക്കും പോകുന്നില്ല. കാരണം ED എന്ന് പറയുന്നതിനെയല്ല, നമ്മളിപ്പോൾ ഇതിനെ കാണേണ്ടത് അങ്ങനെയാണെന്ന് ഞാൻ പറയാം. കാരണം ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ED വന്ന് ഇറങ്ങുന്നത് എന്ന് ഇന്ത്യയിലെ ടോട്ടൽ സിനാരിയോ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വേണം കാണാൻ. അപ്പോൾ അതിനകത്ത് പിണറായി വിജയൻ സർക്കാരിനെയാണോ പ്രതിസ്ഥാനത്ത് കാണേണ്ടത്, ED ആണോ വിശ്വസിക്കുന്നത് ചോദിച്ചാൽ ഞാൻ EDയെ വിശ്വസിക്കില്ല. ED അന്വേഷിച്ചിട്ട് ബോധ്യപ്പെടേണ്ടതല്ല എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ സാഹചര്യം മാറിയിട്ടുണ്ട്. കാരണം ശതകോടികൾ BJPക്ക് വേണ്ടി കുത്തിയൊഴുക്കുന്ന കമ്പനികളെ കണ്ടില്ലെന്നടിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഈ രാജ്യത്തെ പൊതുവിശ്വാസത്തെ വഞ്ചിക്കുന്ന ഒരു ഏജൻസിയാണ് ED. അപ്പോൾ അവർ വന്നിട്ട് പിണറായി വിജയനെ പൂട്ടുന്നു എന്ന് പറഞ്ഞതിൽ ഒരു ആശ്വാസം കാണാൻ കഴിയുന്നതല്ല. അത് ഒരു മെറിറ്റും ഇല്ലാതെ വന്ന് വേട്ടയാടാൻ പണിയെടുക്കുന്ന വേട്ടനായ്ക്കളുടെ സംഘമാണ്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു സർക്കാരിനെ
എത്ര വലിയ അഴിമതി കേസ് ആകട്ടെ, ഏതെങ്കിലും ഒരു സർക്കാരിനെ അവർ പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് BJPയുടെ ഒരു നേതാവിൻ്റെ വീട്ടിൽ ED പോയിട്ടില്ല. BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഭരണകൂടം, ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുമായിട്ട് എത്ര കോടികളുടെ അഴിമതി ആരോപണം ഇതിനകം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ഈ ഒഡീസയിലെ സർക്കാർ ഇവരൊന്നും സംസ്ഥാനത്തേക്ക് ED പോകുന്നില്ല, അന്വേഷിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം സംഗതിയുള്ളത്, ED അന്വേഷണം നേരിടുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും എന്താണ് നേരെ BJPയിലേക്ക് വന്ന് കൂടണയാണ്. BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ EDക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കുക വേണ്ട. അതുകൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ വേട്ടനായ സംഘം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കൂട്ടമാണ് ED. അവരെവിടേക്കെങ്കിലും വരുന്നുവെന്ന് കണ്ടാൽ ഇതാ അഴിമതിക്കെതിരെ ഭരണകൂടം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നുള്ള അർത്ഥശൂന്യമായ ആവേശം കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇത് ഉണ്ടായാൽ അത്രയും നല്ലത്. ഇപ്പോൾ എന്താണ് EDയെക്കുറിച്ച് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾ തന്നെ മൂക്കി വലിച്ച് കയറ്റുമെന്ന് തോമസ് ഐസക്ക് ചോദിക്കുന്നത് ജനങ്ങൾക്ക് EDയിലുള്ള അവിശ്വാസം നമുക്ക് എൻക്യാഷ് ചെയ്യാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ്. അതുകൊണ്ട് ED എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അതിന്റെ ഗുണം അനുഭവിക്കും. കേരളത്തിലെ കോൺഗ്രസ് ട്രാപ്പിലായി പോയോ? കേരളത്തിലെ കോൺഗ്രസ് അതിന് നേട്ടം ഉണ്ടാവാതിരിക്കാനാണ്. അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുന്നത് RSSന്റെ BJPയുടെ താല്പര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് ശേഷം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് വീരപരിവേഷമാണ് കിട്ടാൻ പോകുന്നത്. അതിനെ VD സതീശൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ED വരുമ്പോൾ, കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ അതിൻ്റെ കൂടെ കൈയടിച്ചു കൊടുക്കുക എന്നുള്ളത് അത്ര ബുദ്ധിപരമായ സമീപനമല്ല. ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് നേരെ നടപടി ഉണ്ടായപ്പോൾ അവിടുത്തെ PCC ആദ്യം ചാടിയിറങ്ങി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പിന്നീട് ഇന്ത്യ സഖ്യം വരികയും പൊളിറ്റിക്കൽ സിനാരിയോ മാറുകയും ചെയ്തപ്പോഴാണ് അവർക്ക് അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായത്. രാജ്യത്ത് ആകമാനം പ്രതിപക്ഷ നേതാക്കൾ വേട്ടയാടപ്പെടുകയാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലുള്ള 5 പൈസ ആയിട്ട് ഞങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഭരണകൂടം നമ്മൾ വിചാരിക്കുന്ന ഒരു ഭരണകൂടമല്ല, ഇത് ആളുകളെ വേട്ടയാടി പിടിക്കുകയാണ്. അതിൽ നമ്മൾ നമ്മുടെ ആഭ്യന്തര താല്പര്യങ്ങൾ വെച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തന്നാൽ പണി പാളുമെന്ന് കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട്. അത് ഇവിടുത്തെ കോൺഗ്രസിന് കൂടി മനസ്സിലാവേണ്ട കാര്യമാണ്. പിണറായി വിജയനിൽ മാത്രമായി അതിൻ്റെ വേട്ട അവസാനിക്കില്ല. അതിൻ്റെ എന്താ പറയുന്നത്, കുന്തമുന VD സതീശനിലേക്കും രമേശ് ചെന്നിത്തലയിലേക്കും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് പരകാല പ്രഭാകർ പറഞ്ഞ പോലെ ഇന്ത്യ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള, ഇന്ത്യ ഇതുവരെ കൺട്രോൾ വെച്ചുള്ള സർക്കാരുകളെ പോലെയുള്ള ഒരു സർക്കാരല്ല ഇത്. ഇതൊരു അസാധാരണ സ്വഭാവമുള്ള, വിചിത്രമായ നയപരിപാടികളുള്ള, വേട്ടയാടുക എന്നത് നയമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ്. അതിനെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ പാരമ്പര്യമായ മാർഗങ്ങളിലൂടെയല്ല എന്ന് മനസ്സിലാക്കി തരുന്നൊരു എപ്പിസോഡ് കൂടിയാണ്. എനിവേ, ഇപ്പോൾ ED വരുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു നിലയ്ക്കുള്ള ഗൗരവം അതിനകത്ത് തോന്നുന്നില്ല, വിശ്വാസവും തോന്നുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിനിടെ കൃത്യം കേരളത്തിൽ 30 ദിവസം കൂടിയുണ്ട്. അപ്പോൾ EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത് ഏത് വിധത്തിൽ ചർച്ചയാകുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണാം.